വെൽക്കം ടു എ ഗ്രൂപ്പ്. നമ്മുടെ അച്ഛൻ ഇന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട് വെറൈറ്റി ആയിട്ട് ഇന്ന് കോണ്ടിനെൻ്റൽ സലാഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് grapes, some nuts, apple. ഗ്രേപ്സും ആപ്പിൾസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സലാഡ് വെള്ളരിക്ക അച്ഛൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാതളമുണ്ട്, നാരങ്ങ, നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേപ്സ് ബൗളിലേക്ക് ഇടുകയാണ്. അടുത്തായിട്ട് നമ്മൾ ആപ്പിൾ ഇടുകയാണ്. ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ പോലെയാണ് നമ്മൾ ആപ്പിൾ അരിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് പീനട്ട് ഇടുകയാണ്. അതിനുശേഷം സലാഡ് വെള്ളരിക്കയല്ല, മാതളം. സലാഡ് വെള്ളരിക്കയാണ്. ബീറ്റ്റൂട്ട് ഇടുകയാണ്. ബീറ്റ്റൂട്ട് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യമായതിനനുസരിച്ച് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഇനിയും വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിനി നാരങ്ങ ായിട്ട് പോവുകയാണ്. സ്ക്യൂസറുണ്ട്, ലെമൺ സ്ക്യൂസറുണ്ട്. കുറച്ച് പെപ്പർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. നാരങ്ങയുടെ നീര് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലൊക്കെ നല്ല കൊതിയാവുന്നുണ്ടായിരിക്കും കാണുമ്പോൾ തന്നെ. നമുക്കിനി ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെ സോൾട്ട് ഉപയോഗിക്കാം. ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സോൾട്ട് ഉപയോഗിക്കാം.
നമ്മളിട്ടതിൽ കുറച്ച് സോൾട്ട് കുറവായിരുന്നു. സോ നമ്മൾ സോൾട്ട് ഇട്ട് കുറച്ച് നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. വ്യത്യസ്തമായ കോണ്ടിനെന്റലും ഇന്ത്യൻ ഫുഡും മിക്സഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിയിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഫാഷനും മോഡലിനുമായിട്ട് സവാളയോ നാരങ്ങയൊക്കെ നമുക്കിങ്ങനെ സൈഡിലായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഉപ്പും നാരങ്ങ നീരും പഞ്ചസാരയുടെയൊക്കെ ടേസ്റ്റൊക്കെ കൂടെ ആയിട്ട് വളരെ മധുരമായിട്ടിരിക്കുകയാണ്. നല്ല സ്വീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, ഒരു യൂട്യൂബറുടെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാരംസ് കളിക്കാനെന്നും പറഞ്ഞ് ആശംസ വിളിച്ചുകൊണ്ടിരുത്തിയതാണ്. എന്നാൽ പാവം അച്ഛന് കിട്ടിയ വിധി ഇങ്ങനെയാണ്. ക്യാരംസിന്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രമേ അച്ഛന് കഴിയുന്നുള്ളൂ. അതിന് അച്ഛൻ വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. തിന്നുന്നത് നമ്മളുണ്ടാക്കിയ കോണ്ടിനെന്റ് സലാഡാണ്. കോണ്ടിനെന്റ് സലാഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പ്രധാന വാക്കാണ് കോണ്ടിനെന്റ്. അതുകൊണ്ട് തന്നെ കോണ്ടിനെന്റ് ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുകയാണ്. സ്വെറ്റർ കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ റെയിൻ കോട്ടാണ് ധരിച്ചത്. എല്ലാവരും ക്ഷമിക്കുക. ഒറ്റയ്ക്ക് ഇരുന്ന് ക്യാരംസ് കളിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ആദ്യമായിരിക്കും കാണുന്നത്. ഹലോ ഗായ്സ്, നമ്മുടെ ആശംസ് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ആലിയും ചീറിപ്പാഞ്ഞി എത്തിയിരിക്കുകയാണ്. ഇനി കളിക്കളത്തിൽ വളരെ ആശങ്കയേറി സമയമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും അച്ഛന് പ്രധാനം ഫ്രൂട്ട് സലാഡ് തീറ്റ തന്നെയാണ്. സോറി ഫ്രൂട്ട് സലാഡ് അല്ല, കോണ്ടിനെന്റ് സലാഡ്. ആശംസ് ക്യാരംസ് അടുക്കലിന്റെ ജോലിയിലാണ്. അച്ഛൻ അവർക്ക് രണ്ടുപേർക്കും സ്പൂണിലൂടെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോണ്ടിനെന്റ് സലാഡ്. ഭയങ്കര കച്ചവടമാണ് ഗെയിം. ഭയങ്കര കച്ചവടം. ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുവാണ്. നോക്കിയപ്പോ ആരാധനയ്ക്ക് അവിടെ നിന്നിട്ട് കേറി വന്നിട്ട് വയ്യ. അങ്ങനെ ഗെയിം
ആരാധന ഭയങ്കര കൊതിയാണ്. അടുത്ത സലാഡ് കഴിക്കുക. ഹലോ ഗൈസ്, എന്താണ് ഈ ഉടുപ്പൂരാത്തതിന്റെ കാര്യം? ഈ വിളി വന്നാൽ ഉടനെ പോകാൻ വേണ്ടിയാണോ മഴയത്ത്? ഞാൻ ഉടുപ്പിട്ടിട്ടില്ല.